ഇത്തവണത്തെ T20 ലോകകപ്പിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ചതോടെ രാഹുൽ ദ്രാവിഡ് പരിശീലക സ്ഥാനത്ത് നിന്ന് പിരിയുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനായി മുൻ ഓപ്പണറും അഗ്രസീവ് ബാറ്ററുമായ ഗൗതം ഗംഭീറിനെ ദ്രാവിഡിന് പകരം ഇന്ത്യയുടെ പുതിയ പരിശീലകനായി BCCI നിയമിക്കുകയും ചെയ്തു. മുൻ കോച്ച് രാഹുൽ ദ്രാവിഡിൽ നിന്നും തീർത്തും വ്യത്യസ്തനാണ് ഗംഭീർ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ടീമിൽ പല മാറ്റങ്ങളും അദ്ദേഹം വരുത്തിയേക്കും. മുൻ ഇന്ത്യൻ ഓപ്പണറായ ഗൗതം ഗംഭീർ കഴിഞ്ഞ 3 സീസണുകളിൽ IPLൽ മെന്ററായി പ്രവർത്തിക്കുന്നുണ്ട്. 2024 സീസണിൽ IPL കൊൽക്കത്ത നൈറ്റ് റൈഡിന്റെ കിരീടം ചൂടുമ്പോൾ അവരുടെ മെന്ററായിരുന്നു ഗംഭീർ. ഇന്ത്യൻ ടീമിന്റെ പരിശീലകനായി നിയമിതനായ ഗൗതം ഗംഭീറിന്റെ ആദ്യ ദൗത്യം ഈ മാസം അവസാനം ആരംഭിക്കാനിരിക്കുന്ന ശ്രീലങ്കൻ പര്യടനമാകും. ഏകദിന T20 പരമ്പരകളാണ് ഇവിടെ ഇന്ത്യ കളിക്കുക. ഇപ്പോൾ ഇതാ ഈ പരമ്പരയിൽ ഇന്ത്യക്ക് പുതിയ ക്യാപ്റ്റന്മാർ എത്തുമെന്ന സൂചനയാണ് വരുന്നത്. ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന പ്രധാന അഭ്യൂഹങ്ങൾ നോക്കാം. T20 ലോകകപ്പ് വിജയത്തിന് പിന്നാലെ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ നിന്ന് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വിരമിച്ചിരുന്നു. അതിനാൽ ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യയുടെ T20 ടീമിൽ ഇവർ കാണില്ല. എന്നാൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിലും കാണില്ലെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ താരങ്ങൾക്ക് ശ്രീലങ്കൻ പര്യടനത്തിൽ നിന്ന് BCCI വിശ്രമം നൽകുമെന്നാണ് റിപ്പോർട്ട്. ഇവർക്ക് പുറമെ T20 ലോകകപ്പിലെ ഹീറോ ആയിരുന്ന സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്കും ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിൽ നിന്ന് ഇന്ത്യ വിശ്രമം അനുവദിച്ചേക്കുമെന്നാണ് സൂചനകൾ. 2023 നടന്ന ഏകദിന ലോകകപ്പിന്റെ ഫൈനലിന് ശേഷം ഈ 3 താരങ്ങൾക്കും 50 ഓവർ ക്രിക്കറ്റിൽ കളിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. രോഹിത് ശർമ്മയ്ക്ക് വിശ്രമം അനുവദിക്കപ്പെടുമെന്നതിനാൽ KL രാഹുലാകും ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുകയെന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തത്. 2023 ഡിസംബറിൽ നടന്ന ദക്ഷിണാഫ്രിക്ക പര്യടനത്തിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് വിക്കറ്റ് കീപ്പർ ബാറ്ററായ KL രാഹുലായിരുന്നു. രോഹിത്തിന്റെ അഭാവത്തിൽ രാഹുൽ ഏകദിന ക്യാപ്റ്റൻസിയിൽ തുടരുമെന്നാണ് കരുതപ്പെടുന്നത്. അടുത്ത വർഷം ICCയുടെ ചാമ്പ്യൻസ് ട്രോഫിയും തുടർന്നുള്ള വർഷങ്ങളിൽ T20 ലോകകപ്പ്, ഏകദിന ലോകകപ്പ് എന്നിവയും നടക്കാനിരിക്കുകയാണ്. ഇവയിൽ ഋഷഭിന് പകരം മറ്റൊരാളെയാണ് ഗംഭീർ തിരയുന്നത്. വരാനിരിക്കുന്ന വമ്പൻ ടൂർണമെന്റുകൾ മുന്നിൽ കണ്ട് വിക്കറ്റ് കീപ്പറുടെ റോളിലേക്ക് അദ്ദേഹം 3 പേരെ കണ്ടുവച്ചു കഴിഞ്ഞതായി സ്പോർട്സ് ടെക് റിപ്പോർട്ട് ചെയ്തിരുന്നു. 3 വിക്കറ്റ് കീപ്പർമാരുടെ ഈ ചുരുക്കപ്പട്ടികയിൽ ഋഷഭ് പന്ത് ഇല്ലെന്നതാണ് കൗതുകകരമായ കാര്യം. വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ താരത്തിന്റെ ഭാവിയും ഇതോടെ അനിശ്ചിതത്വത്തിലായെന്നും സംശയിക്കേണ്ടി വരും. പരിചയസമ്പന്നനായ KL രാഹുൽ, മലയാളി താരം സഞ്ജു സാംസൺ, യുവതാരം ധ്രുവ് ജൂറൽ എന്നിവരാണ് ഗംഭീർ നോട്ടമിട്ട് വെച്ചിരിക്കുന്നത്. പ്രകടനം വിലയിരുത്തി ഇവരിൽ നിന്നും 2 പേരെയായിരിക്കും വൈറ്റ് ബോൾ മത്സരങ്ങളിൽ ഗംഭീർ പരീക്ഷിക്കുക. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ സഞ്ജുവിനെ സംബന്ധിച്ച് ഇത് തീർച്ചയായും സന്തോഷിക്കാൻ വക നൽകുന്ന കാര്യമാണ്. മുൻ കോച്ചുമാർക്ക് കീഴിൽ ഇന്ത്യൻ ടീമിൽ വേണ്ടത്ര അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. എന്നാൽ ഗംഭീറിന് ഏറെ പ്രതീക്ഷയുള്ള വിക്കറ്റ് കീപ്പറാണ് സഞ്ജു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളിൽ ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി മുതലെടുക്കാൻ അദ്ദേഹം ശ്രമിക്കേണ്ടതുണ്ട്. വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ ഋഷഭിനെ കുറിച്ച് അത്ര നല്ല മതിപ്പല്ല ഗംഭീറിന് നേരത്തെ തന്നെയുള്ളത്. ഇക്കാര്യം പല സന്ദർഭങ്ങളിലും അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഋഷഭിന് ഓപ്പണറായി അവസരം ലഭിച്ചു കഴിഞ്ഞു. 3 മുതൽ 5 വരെ സ്ഥാനങ്ങളിലും കളിച്ചു കഴിഞ്ഞു. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ വിജയിക്കാനുള്ള എല്ലാ അവസരവും ഋഷഭിന് ടീം മാനേജ്മെന്റ് നൽകി കഴിഞ്ഞു. പക്ഷേ അതിന് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. രോഹിത് ശർമ്മ വിരമിച്ച സാഹചര്യത്തിൽ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയെ തേടി ഇന്ത്യയുടെ T20 ടീമിന്റെ ക്യാപ്റ്റൻസി എത്തും. T20 ടീമിന്റെ സ്ഥിരം നായകനായതിനു ശേഷം ഹാർദിക് കളിക്കാനൊരുങ്ങുന്നത് ആദ്യ പരമ്പരയാണ് ശ്രീലങ്കൻ എതിരായത്. ഇതുവരെ ഇന്ത്യയുടെ 16 T20 മത്സരങ്ങളാണ് ഹാർദിക് പാണ്ഡ്യ നയിച്ചത്. ഇതിൽ 10 എണ്ണത്തിൽ ടീം ജയിച്ചപ്പോൾ 5 എണ്ണത്തിൽ തോറ്റു, 1 എണ്ണം ടൈ ആയി. അതേസമയം ഗംഭീറിന്റെ പ്രധാനപ്പെട്ട വെല്ലുവിളികളിലൊന്ന് വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ ആരെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആക്കുമെന്ന കാര്യത്തിലാണ്. നിലവിൽ ഋഷഭ് പന്താണ് എല്ലാ ഫോർമാറ്റുകളിലും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറെങ്കിലും അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ ഗംഭീറിന് അത്ര താല്പര്യമില്ല. പ്രത്യേകിച്ചും T20യിൽ ഋഷഭിന്റെ പ്രകടനം ശരാശരിയിലും താഴെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വിക്കറ്റ് കീപ്പറെയാണ് ഗംഭീറിന് ആവശ്യം. സമാപിച്ച T20 ലോകകപ്പ് ഉൾപ്പെടെ ബാറ്റിംഗിൽ ഋഷഭ് ഫോളോപ്പറായി മാറിയിരുന്നു. ഋഷഭ് പന്തിന് റെഡ് ബോൾ ക്രിക്കറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകുമെന്ന് ഞാൻ കരുതുന്നു. അതവനെ സംബന്ധിച്ച് മോശം കാര്യമല്ല. കാരണം ചുരുങ്ങിയത് വിക്കറ്റ് കീപ്പറിലെങ്കിലും ഋഷഭിന് പൂർണ്ണമായും ശ്രദ്ധിക്കാം.
ടെസ്റ്റ് ക്രിക്കറ്റിൽ 5-6 സ്ഥാനങ്ങളിൽ എങ്ങനെ ബാറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും ചിന്തിക്കണമെന്ന് ESPN ക്രിക്ക് ഇൻഫോയോട് ഗംഭീർ പറഞ്ഞത്. വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ നിന്നും ഋഷഭിനെ ഗംഭീർ പൂർണ്ണമായും ഒഴിവാക്കിയാൽ അത് സഞ്ജുവിന്റെ സാധ്യതകളും വർദ്ധിപ്പിക്കുവാൻ ഉറപ്പാണ്. ഏകദിനത്തിൽ രാഹുലും T20യിൽ സഞ്ജുവുമായിരിക്കും ഗംഭീറിന്റെ കീഴിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി മാറിയേക്കുക. ടെസ്റ്റിൽ ഋഷഭിനും നറുക്കു വീഴും. വരാനിരിക്കുന്ന ശ്രീലങ്കൻ പര്യടനത്തിലാണ് ഗംഭീറിന് കീഴിൽ ഇന്ത്യ ടീം ആദ്യമായി കളിക്കുക. 3 വീതം ഏകദിനം T20 മത്സരങ്ങളാണ് പര്യടനത്തിനുള്ളത്.